എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 23-ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. ചെറിയ ചെറിയ സർഗങ്ങളാണ്. 22, 24 ശ്ലോകങ്ങൾ മാത്രമുള്ളതായിട്ടുള്ള സർഗങ്ങളാണ് ഓരോന്നും. ഇവിടെ നമ്മളിനി പറയാൻ പോണത് വിശ്വാമിത്രനും ദാശരഥിമാരും കൂടിയിട്ടുള്ള യാത്രയാണ്. ആ യാത്രയിൽ പറയണ കഥകള്, ഓരോ പ്രദേശങ്ങളെ പറ്റിയിട്ടുള്ള വർണ്ണനകള് ഒക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. നമുക്ക് ആദ്യം 1-ാമത്തെ ശ്ലോകം നോക്കാം. പ്രഭാതായാം തു ശർവര്യാം വിശ്വാമിത്രോ മഹാമുനി അഭ്യഭാഷത കാകുത്സ്ഥൗ ശയാനൗ പർണസംസ്തരേ. അവര് രണ്ടുപേരും, ഈ രണ്ട് ബാലകന്മാരും ബലയും അതിബലയും ഒക്കെ പഠിച്ചിട്ട് വിശ്വാമിത്രന്റെ കൂടെ സരയൂ നദിയുടെ തീരത്ത് ആദ്യത്തെ ദിവസത്തെ രാത്രി കഴിച്ചുകൂട്ടി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ, അതാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. ശർവര്യാം പ്രഭാതായാം തു, രാത്രി വെളുത്തപ്പോൾ, പിറ്റേ ദിവസം വെളിച്ചായപ്പോൾ, മഹാമുനി വിശ്വാമിത്ര അഭ്യഭാഷത, മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ ഇപ്രകാരം പറഞ്ഞു. ആരോടാണ് പറഞ്ഞത്? പർണസംസ്തരേ ശയാനൗ കാകുത്സ്ഥൗ അഭ്യഭാഷത. പർണസംസ്തരത്തിൽ, ഇല കൊണ്ട് വിരിച്ച വിരിപ്പിൽ കിടക്കുകയായിരുന്ന രാജകുമാരന്മാരാണ്. ആദ്യമായിട്ടൊക്കെ ആവും ഇല കൊണ്ടുള്ള വിരിപ്പിലൊക്കെ കിടക്കണത്. അതായത് ആ ഒരു യാത്രയിൽ അത്രയൊക്കെ വേണ്ടു. ഒരു മുനിയുടെ കൂടെയാണ് പോണത്. ലക്ഷ്യം മറ്റു പലതുമാണ്. അപ്പൊ ഉറക്കവും ഊണൊന്നും അത്ര കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഊണിന് അഥവാ വിശപ്പിന് ശമനം വരുത്തുവാൻ വേണ്ടിയിട്ട് ബലയും അതിബലയും ഉപദേശിച്ചത്. അങ്ങനെ അവര് കിടന്നുറങ്ങുകയായിരുന്നു. അവരെ എണീപ്പിക്കുകയാണ്. ശയാനോ പർണസംസ്തരേ ശയാനൗ, ഇവിടെയൊക്കെ ദ്വിവചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പർണസംസ്തരത്തിലെ ഇല കൊണ്ട് വിരിച്ചതായ വിരിപ്പിൽ കിടക്കുകയായിരുന്ന ആ രണ്ട് കാകുത്സ്ഥന്മാരെ, ശ്രീരാമനെയും ലക്ഷ്മണനെയും എണീപ്പിച്ചിട്ട് ഇപ്രകാരം, അല്ലെങ്കിൽ എണീക്കാൻ വേണ്ടിയിട്ട് ഇപ്രകാരം പറഞ്ഞു. അഭ്യഭാഷത. എന്താണ് പറഞ്ഞത്? വളരെ പ്രസിദ്ധമായിട്ട് നമ്മൾ എല്ലാവരും കേട്ടിരിക്കുന്നതായിട്ടുള്ള 2 വരികളാണ് അടുത്തത്. കൗസല്യ സുപ്രജാ രാമ പൂർവാ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്ധികം. കൗസല്യയുടെ സുപ്രജയായിട്ടുള്ള, കൗസല്യയുടെ നന്മകനെ, കൗസല്യയ്ക്ക് പിറന്ന ഉത്തമനായിട്ടുള്ള പുത്രൻ, അങ്ങനെയുള്ളവനായ അല്ലയോ രാമ, പൂർവാ സന്ധ്യാ പ്രവർത്തതേ, അതാ കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിക്കുന്നു, സന്ധ്യയായി. സന്ധ്യ എന്നുള്ളത് കൊണ്ട് രാവ് പകലുകളുടെ സംഗമമാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രഭാത സന്ധ്യയാണ്, ഉഷസന്ധ്യ. അപ്പൊ വെളുപ്പാങ്കാലായി. പൂർവാസന്ധ്യ, അതായത് കിഴക്ക് ഭാഗത്ത് കാണുന്നതായിട്ടുള്ള, കിഴക്ക് ഭാഗത്തിന് പ്രാധാന്യം വരുന്നതായിട്ടുള്ള സന്ധ്യ, സൂര്യോദയം കൊണ്ട് അതാ വെളിച്ചാവാറായി, എണീക്കൂ. ഉത്തിഷ്ഠ, എണീക്കൂ. അല്ലയോ നരശാർദൂല, ശ്രേഷ്ഠനായിട്ടുള്ള ശാർദൂലത്തെ പോലെ, ശാർദൂലം എന്ന് പറഞ്ഞാൽ പുലിയാണ്, പുലിയെ പോലെ ആക്രമണകാരിയായിട്ടുള്ള, പുലിയെ പോലെ വീര്യവും ആ പ്രാപ്തിയും ഒക്കെ ഉള്ളവനായിട്ടുള്ള അങ്ങനെയുള്ള അല്ലയോ ശ്രീരാമ, എണീക്കൂ. ദൈവം ആഹ്നികം ദൈവം കർത്തവ്യം. ഇനി ചെയ്യേണ്ടത് എന്താണ്? രാവിലെ ആയി, പകല് ചെയ്യേണ്ടതായിട്ടുള്ള സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്തു തുടങ്ങിക്കോളൂ. ശരീരമൊക്കെ ശുദ്ധീകരിച്ചിട്ട് സന്ധ്യാവന്ദനം ചെയ്യൂ എന്ന് വിശ്വാമിത്ര മുനി ശ്രീരാമനോടും ലക്ഷ്മണനോടും പറയുകയാണ് ചെയ്യണത്. അത് കേട്ടുകൊണ്ട് ശ്രീരാമൻ എന്താ ചെയ്തത്? തസ്യർഷേ പരമോദാരം വച ശ്രുത്വാ നരോത്തമൗ സ്നാത്വാ കൃതോദകൗ വീരൗ ജയപതുഃ പരമം ജപം. തസ്യർഷേ പരമോദാരം വച ശ്രുത്വാ നരോത്തമൗ. എങ്ങനെയാണോ ഗദ്യം വരണത് അതേപോലെ തന്നെയാണ് പദ്യത്തിലും എഴുതിയിരിക്കുന്നത്. തസ്യ ഋഷേഹേ, ആ മഹർഷിയുടെ വിശ്വാമിത്രന്റെ പരമോദാരം വചശ്രുത്വ, ഏറ്റവും വാത്സല്യപൂർണമായിട്ടുള്ള, സ്നേഹം തുളുമ്പുന്നതായിട്ടുള്ള വാക്കുകൾ, വചശ്രുത്വ, വാക്കുകൾ കേട്ടിട്ട് ആ 2 ബാലകന്മാരും, ആ നരോത്തമന്മാരായിട്ടുള്ള ശ്രീരാമനും ലക്ഷ്മണനും സ്നാത്വ, സ്നാനം ചെയ്തിട്ട്, കൃതോദകൗ, സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്തിട്ട് ആ വീരന്മാർ എന്ത് ചെയ്തു? പരമം ജപം ജയപതു. പരമം ജപം എന്ന് വെച്ചാൽ മന്ത്രജപങ്ങൾ ചെയ്തു. രാവിലെ എണീറ്റ് വന്ദനങ്ങൾ ചെയ്യണം.
ജപിക്കണം. അതൊക്കെ വേണ്ടതുപോലെ തന്നെ സരയൂ നദിയിൽ കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്തിട്ട് നാമജപങ്ങളൊക്കെ നിർവഹിച്ചു എന്നർത്ഥം. അതിനുശേഷം കൃതാന്ഹികൗ മഹാവീര്യൗ വിശ്വാമിത്രം തപോധനം അഭിവാദ്യാതിസംഹൃഷ്ടൗ ഗമനായാഭിതസ്ഥതു. അങ്ങനെ സന്ധ്യാവന്ദനാദികളൊക്കെ കഴിച്ച വേണ്ടതുപോലെ നാമജപങ്ങളൊക്കെ ചെയ്തവരായിട്ടുള്ള രണ്ട് ബാലകന്മാര്. കൃതാന്ഹികവും, ആന്ഹികം എന്നുള്ളത് കൊണ്ട് രാവിലത്തെ വെളുപ്പാങ്കാലത്തെ സന്ധ്യാവന്ദനാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ചെയ്ത മഹാവീര്യവാന്മാരായിട്ടുള്ള ആ രണ്ട് ബാലകന്മാര് തപോധനം വിശ്വാമിത്രം അഭിവാദ്യ, ഋഷീശ്വരനായിട്ടുള്ള വിശ്വാമിത്രനെ വന്ദിച്ചിട്ട് സാഷ്ടാംഗ പ്രണാമങ്ങളൊക്കെ അർപ്പിച്ചതിന് ശേഷം സന്തുഷ്ടരായി തീർന്നു. അവര് വളരെ കൃത്യമായിട്ട് തപോനിഷ്ഠയിൽ തന്നെ എങ്ങനെയാണോ വിശ്വാമിത്രൻ, അതേപോലെ തന്നെയാണ് ഇപ്പോ ബാലകന്മാരും സഞ്ചരിക്കുന്നത്. വളരെ നിഷ്ഠയോട് കൂടിയിട്ടാണ്. അങ്ങനെ അവര് വേണ്ടതൊക്കെ ചെയ്തു. സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്തിട്ട് ഗുരുവിനെ പ്രണമിക്കും കൂടി ചെയ്തപ്പോൾ അവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ പോവാനുള്ള പുറപ്പാടായി. ഗമനായ അഭിതസ്ഥതു, ഗമനായ യാത്രയ്ക്കായിക്കൊണ്ട് തയ്യാറെടുത്ത് ആ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്ത് നിൽപ്പായി എന്നർത്ഥം. അങ്ങനെ പോവുകയാണ്. അതാണ് അടുത്ത ശ്ലോകത്തില്. തൗ പ്രയാന്തൗ മഹാവീര്യൗ ദിവ്യാം ത്രിപഥഗാം നദീം ദദൃശാതേ തതസ്തത്ര സരയ്വാ സംഗമേ ശുഭേ. ഇവരിങ്ങനെ നടക്കുകയാണ്. തൗ പ്രയാന്തൗ മഹാവീര്യവും, വളരെ ബലവാന്മാരായിട്ടുള്ള വീര്യവാന്മാരായിട്ടുള്ള ആ രണ്ട് ബാലകന്മാരും വിശ്വാമിത്രന്റെ കൂടെ ഇങ്ങനെ നടന്നപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് കണ്ടു? ദിവ്യാം ത്രിപഥഗാം നദീം, ദിവ്യയായിട്ടുള്ള ത്രിപഥകയായിട്ടുള്ള നദി, ദേവലോകത്തിൽ നിന്ന് സംഭൂതയായിട്ടുള്ളവളും 3 മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവള്. ത്രിപഥക, 3 മാർഗങ്ങള്, അതായത് സ്വർഗലോകം, ഭൂലോകം, പാതാളലോകം, ഈ 3 ലോകങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്നവളായിട്ടുള്ള നദി ആരാണ്? ഗംഗാ നദി അല്ലാതെ വേറെ ആരുമല്ല. അതാണ് ദിവ്യയായിട്ടുള്ള ത്രിപഥക എന്ന് ഗംഗയ്ക്ക് പറയണ മറ്റൊരു പേരാണ്. മറ്റൊരു നദിയും അങ്ങനെ 3 ലോകങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഇല്ല, പുരാണങ്ങളിൽ എവിടെയും പരാമർശിച്ചിട്ടേ ഇല്ല. അങ്ങനെയുള്ള ആ ഗംഗാ നദിയെ കണ്ടു. ഗംഗാ നദി മാത്രമാണോ കണ്ടത്? അല്ല, ആ ഗംഗാ നദിയും സരയുവും തമ്മിൽ ചേരുന്നതാണ് കാണുന്നത്. അതാണ് ദദൃശാതേ തതസ്തത്ര സരയ്വാ സംഗമേ ശുഭേ. സരയൂ നദിയും ഗംഗാ നദിയും തമ്മിൽ ചേരുന്നതായിട്ടുള്ള പ്രദേശത്തേക്ക് എത്തി. ആദ്യം ഗംഗാ നദി കണ്ടിട്ടുണ്ടാവും. ഏറ്റവും ആദ്യം സരയൂ ആണല്ലോ കണ്ടത്. സരയൂ നദി കണ്ടു, ഗംഗാ നദിയും കണ്ടു. ഗംഗാ നദിയും സരയൂ നദിയും കൂടിച്ചേരുന്ന ഭാഗമാണ് പിന്നീട് കാണുന്നത്. സരയ്വാഹ സംഗമേ ശുഭേ ദദൃശാതേ. ആ സരയൂ നദിയും ഗംഗാ നദിയും സംഗമിക്കുന്നതായിട്ടുള്ള ആ ശുഭമായിട്ടുള്ള ഏറ്റവും പുണ്യമായിട്ടുള്ള ആ ഒരു തീർത്ഥത്തെ ഇവര് രണ്ടുപേരും, വിശ്വാമിത്രന് ഇതൊക്കെ നല്ല പരിചയമുള്ള സ്ഥലങ്ങളാവും, പലതവണ ഇതിന്റെ അടുത്തു കൂടെ ഇതിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരാവും. ഋഷീശ്വരന്മാരൊക്കെ അങ്ങനെയാണ്. പക്ഷെ കുമാരന്മാർ അങ്ങനെയല്ല, അവര് ആദ്യമായിട്ടാണ് അതിൽ കൂടെയൊക്കെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അവര് ഈ ഒരു സ്ഥലം ആദ്യമേ തന്നെ കണ്ടപ്പോൾ അവരുടെ ഒരു ആനന്ദവും അത്ഭുതവും ഒക്കെയാണ് ആ രണ്ട് ബാലകന്മാർക്കും തോന്നിയത്. അവിടെ എന്താണ് പിന്നെ കണ്ടത്? അതാണ് 6ാമത്തെ ശ്ലോകത്തിൽ പറയണത്. തത്രാശ്രമപദം പുണ്യം ഋഷീണാം ഭാവിതാത്മനാം ബഹുവർഷ സഹസ്രാണി തപ്യതാം പരമം തപ. ആ രണ്ട് നദികളുടെയും സംഗമസ്ഥാനം ഉണ്ടല്ലോ, സരയൂ ഗംഗ, ഗംഗാ സരയൂ സംഗമം, അതിന്റെ തീരത്ത് തത്ര ആശ്രമപദം പുണ്യം ഋഷീണാം ഭാവിതാത്മനാം, വളരെ കാലമായിട്ട് തപസ് ചെയ്യുന്നവരായിട്ടുള്ള, ലോകത്തെ മുഴുവനും വളരെ ആദരവോടുകൂടിയും പരിഗണനയോടും കൂടി കാണുന്നവരായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ കുറെ ആശ്രമ പദങ്ങളെ ആ ഗംഗാ സരയൂ സംഗമസ്ഥാനത്ത് ശ്രീരാമനും ലക്ഷ്മണനും കണ്ടു. തത്ര ആശ്രമപദം പുണ്യം ഋഷീണാം, വളരെ അധികം തപസ് ചെയ്യുന്നവരായിട്ടുള്ള ഋഷിമാരുടെ ആശ്രമ പദങ്ങളെ ഈ പറഞ്ഞ ഗംഗാസരയൂ നദികളുടെ സംഗമസ്ഥാനത്ത് ശ്രീരാമനും ലക്ഷ്മണനും കണ്ടു. അതാണെങ്കിൽ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒന്നും പൊട്ടിമുളച്ചതല്ല. ബഹുവർഷ സഹസ്രാണി തപ്യതാം പരമം തപ. ബഹുവർഷ സഹസ്രങ്ങൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവിടെ തപസ് ചെയ്യുന്നവരായിട്ടുള്ള ഋഷീശ്വരന്മാര്, അവരുടെ ആശ്രമ പദങ്ങളാണ്
ഈ രണ്ട് ബാലകന്മാരും അവിടെ കണ്ടത്. പരമം തപസ്തപ്യതാം ഋഷീണാം ബഹുവർഷ സഹസ്രാണി പുണ്യം ആശ്രമപദം ദദൃശാതെ. അതായത് ഈ ഋഷിമാർക്കൊന്നും സാധാരണ മനുഷ്യരുടെ ആയുസ്സല്ല, ആയിരക്കണക്കിന് വർഷം ആയുസ്സുള്ളവരായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ ആശ്രമങ്ങളാണ് ഗംഗാ സരയൂ സംഗമസ്ഥാനത്ത് ഈ ബാലകന്മാര് കണ്ടത്. അത് കണ്ടപ്പോൾ ഇവർക്ക് ആകാംക്ഷയായി. ഈ കുട്ടികളാണല്ലോ, മാത്രല്ല അവർക്ക് എല്ലാം അറിയണമെന്നുണ്ട്, വിശ്വാമിത്രനെല്ലാം അറിയും ചെയ്യാം. ഇവര് വിശ്വാമിത്രനോട് ചോദിക്കുകയാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. തം ദൃഷ്ട്വാ പരമപ്രീതൗ രാഘവൗ പുണ്യമാശ്രമം ഊജതുസ്തം മഹാത്മാനം വിശ്വാമിത്രമിദം വച. എട്ടാമത്തെ ശ്ലോകം നോക്കാം. കസ്യായമാശ്രമഃ പുണ്യഃ കോന്വസ്മിൻ വസതേ പുമാൻ ഭഗവൻ ശ്രോതുമിച്ഛാവ പരം കൗതൂഹലം ഹിനൗ. ആ ആശ്രമപദം കണ്ടപ്പോൾ, തം ദൃഷ്ട്വാ അത് കണ്ടപ്പോൾ, പരമപ്രീതൗ രാഘവൗ അത്യന്തം സന്തുഷ്ടരായിട്ടുള്ള രാഘവന്മാര്, അവർക്ക് വലിയൊരു ആകാംക്ഷ തോന്നി, ഒരു കൗതുകം. എന്തൊക്കെയാണാവോ ഈ കാണണത്? ഇതൊക്കെ ആരുടെ ആശ്രമങ്ങൾ? ഇവിടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഇതൊക്കെ ആവൂലോ സ്വാഭാവികമായിട്ട് മനസ്സിൽ വരുന്നതായിട്ടുള്ള സംശയങ്ങള്. അത് കണ്ടതോടു കൂടിയിട്ട് പുണ്യം ആശ്രമം തം ദൃഷ്ട്വാ പരമപ്രീതൗ രാഘവൗ, ആ സന്തുഷ്ടരായിട്ടുള്ള രണ്ട് രാഘവന്മാര് ശ്രീരാമനും ലക്ഷ്മണനും ഊജതുസ്തം മഹാത്മാനം വിശ്വാമിത്രം ഇദം വച. തം മഹാത്മാനം വിശ്വാമിത്രം ഇദം വച ഊജതു. മഹാത്മാവായിട്ടുള്ള ഋഷീശ്വരനായിട്ടുള്ള വിശ്വാമിത്രനോട് അവരിപ്രകാരം ചോദിച്ചു. എന്തായിരുന്നു ചോദ്യം? കസ്യായമാശ്രമ പുണ്യ, ഇത് ആരുടെ ആശ്രമമാണ്? ഇത്ര പുണ്യമായിട്ടുള്ള ഒരു ആശ്രമം ആദ്യമായിട്ട് കാണുകയാണ് ഞങ്ങള്. ഇത് ആരുടെ ആശ്രമമാണ്? കോന്വസ്മിൻ വസതേ പുമാൻ, കോനുഃ പുമാൻ അസ്മിൻ വസതേ, ഏതൊരു മനുഷ്യനാണ്, ഏതൊരാളാണ് ഈ ആശ്രമപദത്തിൽ താമസിക്കുന്നത്? ഞങ്ങൾക്കൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നിട്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ആശ്രമത്തെ പറ്റിയിട്ടും ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതാണ് ഭഗവൻ ശ്രോതുമിച്ഛാവ. അല്ലയോ ഭഗവൻ വിശ്വാമിത്ര മഹർഷേ, ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പരം കൗതൂഹലം ഹി നൗ, ഞങ്ങൾക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് ഇതിനെ പറ്റിയിട്ട് അറിയാൻ. അപ്പോ എന്താണ് വിശ്വാമിത്രൻ ചെയ്തത്? 9ാമത്തെ ശ്ലോകം നോക്കാം. 9ാമത്തെ ശ്ലോകം കൂടി കഴിഞ്ഞാൽ ഈ ഒരു സന്ദർഭം തീരാണ്. തയോസ്തദ്വചനം ശ്രുത്വാ പ്രഹസ്യ മുനി പുംഗവ അബ്രവീത് ശ്രൂയതാം രാമ യസ്യായം പൂർവാശ്രമ. തയോസ്തദ്വചനം ശ്രുത്വാ പ്രഹസ്യ മുനിപുംഗവ, അവരുടെ ഈ ആകാംക്ഷയോട് കൂടിയിട്ടുള്ളതായ വാക്യങ്ങൾ കേട്ടിട്ട്, തദ്വചനം ശ്രുത്വാ മുനിപുംഗവ പ്രഹസ്യ, മുനിപുംഗവൻ ഒന്ന് ചിരിച്ചിട്ട്, അതായത് കുറച്ച് കഥകൾ പറയാനുണ്ട് ആ ആശ്രമത്തെ പറ്റിയിട്ട്, അതിൽ താമസിച്ചിരുന്നവരെ പറ്റിയിട്ടും ആ കഥയൊക്കെ വിസ്തരിച്ചൊന്ന് പറയാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് മുനിപുംഗവൻ പറയാൻ പുറപ്പെടുകയാണ്. അബ്രവീത് ശ്രൂയതാം രാമ, അല്ലയോ രാമ കേട്ടാലും, യസ്യായം പൂർവ ആശ്രമ, ഈ ആശ്രമം ആരുടേത് ആയിരുന്നു? അയം ആശ്രമ പൂർവ യസ്യ അയം ഇതി ശ്രൂയതാം, മുമ്പ് കാലത്ത് ആരാണ് ഈ ആശ്രമത്തിൽ താമസിച്ചിരുന്നത് എന്നുള്ളത് കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് രാമനോട് കഥ പറയാൻ ആരംഭിക്കുകയാണ്. അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. ഇന്ന് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പ്രഭാതായാം തു ശർവര്യാം വിശ്വാമിത്രോ മഹാമുനി അഭ്യഭാഷത കാകുത്സ്ഥൗ ശയാനൗ പർണ സംസ്തരേ കൗസല്യാ സുപ്രജാ രാമ പൂർവാ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്ധികം തസ്യർഷേഃ പരമോദാരം വച ശ്രുത്വാ നരോത്തമൗ സ്നാത്വാ കൃതോദകൗ വീരൗ ജേപതുഃ പരമം ജപം കൃതാന്ഹികൗ മഹാവീര്യൗ വിശ്വാമിത്രം തപോധനം അഭിവാദ്യാതിസംഹൃഷ്ടൗ ഗമനായാഭിതസ്ഥതു തൗ പ്രയാന്തൗ മഹാവീര്യൗ ദിവ്യാം ത്രിപഥഗാം നദീം ദദൃശാതേ തതസ്തത്ര സരയ്വാ സംഗമേ ശുഭേ തത്രാശ്രമപദം പുണ്യമൃഷീണാം ഭാവിതാത്മനാം ബഹുവർഷ സഹസ്രാണി തപ്യതാം പരമം തപ
തം ദൃഷ്ട്വാ പരമപ്രീതൗ രാഘവൗ പുണ്യമാശ്രമം ഊചതുസ്തം മഹാത്മാനം വിശ്വാമിത്രമിദം വച കസ്യായമാശ്രമഃ പുണ്യഃ കോऽന്വസ്മിൻ വസതേ പുമാൻ ഭഗവൻ ശ്രോതുമിച്ഛാവ പരം കൗതൂഹലം हि നൗ തയോസ്തദ്വചനം ശ്രുത്വാ പ്രഹസ്യ മുനിപുംഗവ അബ്രവീത് ശ്രൂയതാം രാമ യസ്യായം പൂർവ ആശ്രമ. കഥകൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങള് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.